അങ്ങനെ അവധിക്കാലം പിള്ളേരും ഞങ്ങളും എല്ലാം ഒരുപോലെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആകെയുള്ളൊരു വിഷമം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവർ തിരിച്ച് വീട്ടിലോട്ട് പോകാം കേട്ടോ. എന്നാൽ പിന്നെ ആ ലാസ്റ്റ് ഡേയും കൂടെ അടിച്ചു പൊളിച്ചേക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാം മമ്മി ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഓരോ ദിവസം ഓരോ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ഇന്നത്തെ ദിവസം ലാസ്റ്റ് ഡേയും അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയും കൂടെ ഉള്ളതുകൊണ്ട് എല്ലാം സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ബീഫ് നുറുക്കി അടുപ്പത്ത് വെച്ച് കറിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ കൂടെ നമ്മുടെ ഫിഷും കൂടെ അങ്ങ് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. പിള്ളേരുണ്ടല്ലോ വീട്ടിൽ വറുത്തതും പൊരിച്ചതുമായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളാവുക. പിന്നെ സ്പെഷ്യലായിട്ട് നമ്മുടെ ചക്കപ്പുഴുക്കും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ചക്കയും കപ്പയൊക്കെ ഇവിടെ ഭയങ്കര പ്രിയമാണ്. അപ്പോൾ ചക്കപ്പുഴുക്കും കപ്പപ്പുഴുക്കും പോലത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ മീൻകാരൻ ചേട്ടൻ വന്നപ്പോൾ നല്ല അടിപൊളി മുഴുത്ത ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ചെമ്മീനും കൂടെ അങ്ങ് മമ്മി തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കറിയാക്കി. പിന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നല്ലേ, ഇന്ന് നമ്മുടെ നിയൂട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടാണ് ഈ പായസത്തിൻ്റെ പ്രിപ്പറേഷൻ നടക്കുന്നത് കേട്ടോ. പിന്നെ തട്ടിക്കൂട്ടൊരു പ്രിപ്പറേഷനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ കിറ്റ് വാങ്ങിച്ചിട്ട് എല്ലാം കൂടെ ഉള്ള കിറ്റ് വാങ്ങിച്ചിട്ടാണ് പായസം ഉണ്ടാക്കിയത്. അങ്ങനെ ഇതാണ് നിയൂട്ടി കേട്ടോ. അപ്പോൾ 4ാമത്തെ ബർത്ത്ഡേ ആണ്. അങ്ങനെ ഫുഡ് ഉച്ചയ്ക്കത്തെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പപ്പയ്ക്കൊരു പ്രത്യേകതയുണ്ട്, ഫുഡ് കഴിക്കുമ്പോൾ പിള്ളേർക്കെല്ലാം ഇങ്ങനെ ഓരോ വാക്ക് കൊടുക്കണം എന്നുള്ളത് കേട്ടോ. അങ്ങനെ പിള്ളേർക്ക് വാരി കൊടുത്ത് പപ്പയും കഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊരു കുഞ്ഞ് കേക്ക് മേടിച്ച് മുറിച്ച് ബർത്ത്ഡേ ആഘോഷം അങ്ങനെ അങ്ങ് തീർത്തിട്ടോ. അപ്പോൾ നിയൂട്ടിക്ക് എല്ലാവരും ഒരു വിഷസ് പറയണേ.